പത്തനംതിട്ടയിൽ കാട് കയറിയ പിടിയാന വീണ്ടും കല്ലാറിന് സമീപം ഇറങ്ങി എന്നുള്ള വാർത്ത. ഒരു പിടിയാനയ്ക്കൊപ്പം ഈ ആനക്കുട്ടിയും ഉണ്ട്. ഈ ആനയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് വേണമെങ്കിൽ ടിക്കറൊക്കെ ഒന്ന് വലിച്ച് ആനയെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആനയ്ക്ക് സമീപം ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. തൊട്ടകലെ, അടുത്തല്ല, അകലെയാണ്. പറയൂ ശ്രീജിത്ത്, ആനയെ കണ്ട് കണ്ണു നിറഞ്ഞോ? എസ് കെ ആ ചിഹ്നം വിളി നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് വന്ന് മടങ്ങിയതേ ഉള്ളൂ. ആനയും ഒരു കുട്ടിയാനയുമായിരുന്നു ഉണ്ടായിരുന്ന, ഒരു പിടിയാനയും കുട്ടിയാനയും. ഇന്നലെ സമാനമായ രീതിയിൽ ഈ ആന തന്നെയാണ് തൊട്ടപ്പുറത്ത് വെള്ളത്തിൽ കുറേ നേരം കിടന്നിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത് കാട് കയറിയിട്ടില്ല, തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ നമുക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വീണ്ടും അത് തിരിച്ച് ഇറങ്ങുന്ന, കാട്ടിൻ്റെ പരിസരത്ത് നിന്ന് തിരിച്ച് വീണ്ടും വെള്ളത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതൊരിക്കലും കാട് കയറാൻ തയ്യാറാകുന്നില്ല. അതിന് എന്തൊക്കെയോ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സാർ, ഈ ആന തന്നെ അല്ലേ ഇത് കഴിഞ്ഞ ദിവസത്തെ? അതെ, ഈ ആന ഇന്നലെ മെനഞ്ഞാന്ന് ഒരു സന്ധ്യയോടുകൂടി ഇറങ്ങിയ ആനയായിരുന്നത്. ആനയും കുട്ടിയായിട്ട് ഇറങ്ങിയിരുന്നു. അതിനുശേഷം ഇന്നലെ രാവിലെ വെള്ളത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. നമ്മൾ നിരീക്ഷിച്ചവരൊക്കെ ഡോക്ടർമാരെല്ലാം അറിയിച്ചു. ഡോക്ടർമാരെല്ലാം വന്നിട്ട് വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് അറിയാൻ പറ്റില്ല. കരയ്ക്ക് കയറിയാലേ അറിയാൻ പറ്റത്തുള്ളായിരുന്നു. ഇന്നലെ രാത്രി ഒരു 10-10:30 മണിയോടുകൂടി ഇത് വെള്ളത്തിൽ നിന്ന് പതുക്കെ ആറ്റിനക്കരെ ഭാഗത്തോട്ട് പോയിരുന്നു. ഞങ്ങൾ വെളുക്കുന്നതിന് വരെ നിരീക്ഷിച്ചിരുന്നു. പിന്നെ രാവിലെ ഈ കാട്ടിൽ വന്നാൽ കണ്ടില്ല. പിന്നെ 9 മണിയായപ്പോഴാണ് വീണ്ടും അവിടെ നിന്ന് ഇത്ര 1.5 കിലോമീറ്റർ ദൂരെ മാറി ആറ്റിലേക്ക് ഇറങ്ങിയത്. ഇത് എന്താണെന്ന് അറിയില്ല. ഇത് സാധാരണ ആന എങ്ങനെ ഡോക്ടേഴ്സിനെ നമ്മളിതിൽ കൊണ്ടുവന്നിരുന്നില്ല. അവർക്ക് നമ്മുടെ ഫോറസ്റ്റ് വെറ്ററിനറി ഡോക്ടർ വന്നിരുന്നു, തണ്ണത്തോട് വെറ്ററിനറി ഡോക്ടർ വന്നിരുന്നു, ചിറ്റാറിലെ വെറ്ററിനറി ഡോക്ടർ വന്നിരുന്നു. എല്ലാം വന്നിരുന്നു. എല്ലാം വന്നിട്ടും ഈ ആറ്റിൽ നിലയുറപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിന് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞ് നിരീക്ഷിക്കൂ, ഇത് കരയ്ക്ക് കയറിയ ശേഷം മാത്രമേ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പക്ഷേ തീറ്റ എടുക്കുന്നുണ്ട് സാർ. തീറ്റ എന്തെങ്കിലും വൈകിട്ട് ആ കരയ്ക്ക് കയറിയ ശേഷം തീറ്റ എടുക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് കണ്ണടക്ക പ്രത്യക്ഷത്തിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ കാണുന്നില്ല. ഡോക്ടർമാരും പറഞ്ഞത് പ്രത്യേകിച്ച് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നില്ല. ഇന്നലെ കുട്ടിയാട്ടം മെനഞ്ഞാന്ന് വന്നിരുന്നു. പക്ഷേ ഇന്നലെ കുട്ടി അകത്തായിരുന്നു. ഇന്ന് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ആറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് എന്താണെന്നുള്ള അറിയുന്നില്ല. വേനൽ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ. എന്നാലും സാധാരണ ആറ്റിൽ ഇറങ്ങുന്ന ആന ഇങ്ങനെ ഇത്രയും ജനങ്ങളടുത്തേക്കുമ്പോൾ ജനത്തിനോട് ഇത്ര അടുത്ത് വരാൻ പൊടിച്ചിട്ട് പോലും പോകുന്നില്ല. ഇപ്പോൾ ബഹളം വെച്ചെന്നൊക്കെ ഒന്നും പോകുന്നില്ലത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ചില ആശ്വാസമുണ്ടത്. തൊട്ടപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ വീണ്ടും കറങ്ങി അടിച്ച് കുറച്ചുകൂടി ദൂരെ മാറി. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് തുടരുകയല്ലേ? തുടരും. നമ്മുടെ നിരീക്ഷണം എല്ലാം തുടരുന്നുണ്ട്. സാറിൻ്റെ പേര്? എൻ്റെ പേര് അജയൻ. ഞാൻ തണ്ണത്തോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. തണ്ണത്തോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അജയൻ സാറാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആന ഇവിടെ തന്നെ തുടരുകയാണ്. തൊട്ടപ്പുറത്തെ മേഖല, നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ മേഖലയിൽ അടക്കം ആന ഇവിടെ തുടരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ജനവാസ മേഖല തൊട്ടടുത്ത് തണ്ണിത്തോടാണ്, തേക്കുതോട്, തണ്ണിത്തോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്. ഈ മേഖലയിൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. അവർ സ്ഥിരമായി കാണുന്ന ആനയൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ ഈ ആന കുട്ടിയൊക്കെ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് പെട്ടെന്ന് ഇറങ്ങുന്നത്, അതിനെന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് അവർ സംശയിക്കുന്നത്. സ്കാൻ എന്തായാലും